ഇന്ന് നമ്മൾ മൂകാംബികയിൽ പോവേ. അപ്പോൾ എൻ്റെ മകൻ പറഞ്ഞ പോലെ ഞങ്ങൾ ഇന്ന് മൂകാംബിക ദേവിയെ കാണാൻ പോവുകയാണ്. അമ്മ വിളിച്ചാൽ മാത്രമേ നമുക്ക് അമ്മയെ കാണാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് വളരെ ശരിയായ കാര്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്ത് എല്ലാം സെറ്റായിരുന്നു, അപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല. സോ അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ ഭയങ്കര വിശ്വാസമാണ്. കാരണം അതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി എക്സൈറ്റഡ് ആയിട്ടുള്ള ആ നടയിലെത്തി ഒന്ന് അമ്മയെ കാണുന്ന വരെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുകയായിരുന്നു. ദൈവമേ, തടസ്സമൊന്നും വരരുതേ, ഒരു രീതിയിലും തടസ്സം വരാതെ എനിക്ക് ദേവിയെ കാണാൻ പറ്റണമേ. എന്തായാലും അത് സാധിച്ചു. അപ്പം നമ്മൾ കൊച്ചുവേളിയിൽ നിന്ന് 7:45 പുറപ്പെട്ട് 10:30-11 മണിയാകുമ്പോൾ ബൈന്ദൂർ എത്തുന്ന LTT ഗരീബ് രഥിലാണ് യാത്ര ചെയ്യുന്നത്. ഞങ്ങൾ 10 പേരോളം ഉണ്ട്. ഞങ്ങൾ 3rd tier AC ആണ് ബുക്ക് ചെയ്തത്. അത് ഒരാൾക്ക് 1000 രൂപ അടുപ്പിച്ച് വരും. അപ്പം നമ്മൾ കുട്ടികളോടൊപ്പമൊക്കെയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഏറ്റവും നല്ല ഒരു ഓപ്ഷനാണ് ഈ 3 tier AC. അപ്പോൾ അത് വലിയ റേറ്റൊന്നും നമുക്ക് പറയാനും പറ്റില്ല. പിന്നെ ഗരീബ് രഥിൽ പാൻട്രി ഇല്ല കേട്ടോ, അതുകൊണ്ട് ഫുഡൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും കൊണ്ടുപോകത്തില്ല. സോ ഞങ്ങൾ സ്നാക്സും, കുട്ടികളുള്ളതുകൊണ്ട് തന്നെ സ്നാക്സ് കൂടുതൽ എടുത്തിട്ടുണ്ട്. സ്നാക്സും ലഞ്ചും അതേപോലെ തന്നെ ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഞങ്ങൾ തന്നെ കരുതിയിട്ടുണ്ടായിരുന്നു. ചായ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് പ്ലാൻ ചെയ്ത് നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേഷനിൽ ഇറങ്ങി ചായ വാങ്ങണം. കാരണം ഈ ജനലിൽ കൂടെയുള്ള ചായ തരൽ AC-ക്കകത്ത് പറ്റില്ലല്ലോ. സോ ബോറടിക്കാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് ടോയ്സും കരുതുക കുട്ടികളുണ്ടെങ്കിൽ. നമ്മൾ അതിരടി കണ്ട് സോ ഞങ്ങൾ 11 മണിയായപ്പോൾ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് ട്രെയിൻ വരുമ്പോൾ തന്നെ നമുക്ക് കാണാം ടാക്സീസൊക്കെ ഇങ്ങനെ പുറത്ത് കിടപ്പുണ്ടാകും. അപ്പോൾ അവിടെ പോയി സംസാരിച്ച് ഞങ്ങൾ 10 പേരും കൂടെ ഒരു ടവേറയിലാണ് കയറിപ്പോയത്. അതിലൊരു 1200 രൂപയായുള്ളൂ ഫുൾ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ സ്റ്റേ ഞങ്ങൾ ശ്രീരത്ന ഗസ്റ്റ് ഹൗസിലാണ് അറേഞ്ച് ചെയ്തത്. ഈ നേരത്തെ നമ്മൾ വിളിച്ച് പ്രീ ബുക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ തരുന്നതായിരിക്കും. പിന്നെ ഇവിടുത്തെ റൂമെന്ന് പറയുന്നത് ഡബിൾ ബെഡ് AC റൂമാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. നോൺ AC റൂംസും അവൈലബിൾ ആണ്, സ്യൂട്ട് റൂമും അവൈലബിൾ ആണ്. ഇതാണ് ഞങ്ങളുടെ റൂം. 2200 ഒരു ദിവസത്തേക്ക് ഇവർ ചാർജ് ചെയ്യുന്നത്. ആൻഡ് ഇവരുടെ ചെക്കൗട്ട് എന്ന് പറയുന്നത് 4:30 ആയിരിക്കും. 4:30 കേട്ടോ ഞങ്ങളുടെ ചെക്കൗട്ട്. ആൻഡ് എപ്പോഴും ചൂടുവെള്ളം കിട്ടും. ഈ ഒരു ഗസ്റ്റ് ഹൗസ് എന്ന് പറയുന്നത് നല്ലതായിരുന്നു, ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ചൂടുവെള്ളം എപ്പോഴും കിട്ടുന്നതുകൊണ്ട് തന്നെ വളരെ ഇഷ്ടപ്പെട്ടു. ആൻഡ് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല, പക്ഷെ താഴെ ഇവർക്ക് തന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഫുഡും അത്യാവശ്യം കുഴപ്പമില്ല. ചായ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾ വിളിച്ച് വന്നാൽ മതി, റൂമിൽ തന്നെ എത്തിക്കും. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള നമ്മൾ കുടിച്ചു തൊഴുന്നതും എല്ലാം നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുവരെയ്ക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.